ഞങ്ങൾ റവന്യൂ വകുപ്പ്, PWD, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ യോഗം ചേരുകയും എങ്ങനെ ഈ കുരുക്കഴിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന നടത്തുകയുണ്ടായി. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിനെയും കൂടി ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ പണം കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കഴിയുമോ എന്ന പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അത് അനുവദിക്കുകയുണ്ടായി. അപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഫണ്ട് കോടതി രജിസ്ട്രാറിൻ്റെ പേരിൽ ട്രഷറിയിൽ കെട്ടിവയ്ക്കാനായി സർക്കാർ അനുമതി നൽകി. NADയുടെ ഇവിടുത്തെ അധികൃതരുമായിട്ട് പലവട്ടം മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും കടമ്പകൾ ഉണ്ടായിരുന്നു. MP ആയിരിക്കുന്ന ഘട്ടത്തിലും ഈ ഭാഗത്ത് അനുമതി കിട്ടാൻ അന്ന് 2009-2015 കാലയളവിൽ ശ്രമം നടത്തിയിരുന്നെങ്കിലും അന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി കൂടി ഉണ്ടായിരുന്ന ഘട്ടമായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നില അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വീണ്ടും നേവിയുമായി ബന്ധപ്പെട്ടു. നമ്മുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ MD സുഹാസും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിനെ തുടർന്ന് നേവി ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി. ഇതിൻ്റെ ആവശ്യകത, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേവിക്ക് നാടിന് എന്തെല്ലാം ഗുണമുണ്ട്, ഇതെല്ലാം പരിശോധിക്കാനായിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി. അവർ നമ്മുടെ മുൻപിൽ ആദ്യം 1-2 നിബന്ധന വെച്ചു. ഒന്ന് ഫ്ലൈ ഓവർ സംബന്ധിച്ചുള്ളതായിരുന്നു. പിന്നെ അത് ഫീസബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്ഥലത്തിൻ്റെ വിലയും നൽകണം. HMT മുതൽ തുരപ്പ് വരെയുള്ള NAD റോഡ് എന്നറിയപ്പെടുന്നത് നമ്മൾ അത് വീതി കൂട്ടി നിർമ്മിച്ചു കൊടുക്കണം. ഈ 2 കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുമതി നൽകാം എന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ ഇത്ര കാലമായി തുടരുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മളത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 7 മീറ്ററിലേക്ക് വീതി കൂട്ടണം എന്ന് പറഞ്ഞ് പുതിയൊരു ശുപാർശ വന്നു. അപ്പോൾ വീണ്ടും വലിയ ബാധ്യതയിലേക്ക് എത്തും. അതിനെ തുടർന്ന് വീണ്ടും അവരുമായി ചർച്ച ചെയ്തു. അങ്ങനെ HMT മുതൽ തുരപ്പ് വരെയുള്ളത് 5.5 മീറ്ററിൽ വീതി കൂട്ടി നമ്മൾ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൗകര്യമുള്ളത്, ഇപ്പോൾ കളമശ്ശേരിയിലുള്ള മാധ്യമപ്രവർത്തകർക്കറിയാം, ആ റോഡ് മെയിൻ്റനൻസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം NAD അവരുടെയാണെന്ന് പറഞ്ഞു, മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ആ റോഡ് അവർ ചെയ്യേണ്ടതാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു. അപ്പോൾ 5.5 മീറ്റർ വീതിയിൽ ആ റോഡ് നിർമ്മിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിന് അംഗീകാരവും നൽകി. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് രണ്ടും കൂടി നോക്കും. ഈ റോഡിൻ്റെ നിർമ്മാണ ചെലവ് കൂടാതെ ഈ 1 കിലോമീറ്ററിന് വേണ്ടി നമ്മളിപ്പോൾ 69 കോടി രൂപയാണ് സർക്കാർ സംവിധാനങ്ങൾ, കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കെട്ടിവയ്ക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നത്. HMTക്ക് വേണ്ടി 37 കോടിയാണ്. 18 കോടി നമ്മളിപ്പോൾ അനുവദിച്ചു. 18,77,27,000 രൂപ അനുവദിച്ചു. RBD നേരത്തെ കളക്ടറേറ്റിൽ കെട്ടിവെച്ച 19 കോടി രൂപയിലധികം ഉണ്ട്. അത് രണ്ടും കൂടി 37 കോടി HMTക്കും. ഈ റോഡ് നിർമ്മാണം, അതോടൊപ്പം തന്നെ NADയുടെ സ്ഥലം 23 കോടി, NADയുടെ സ്ഥലം ഇല്ല, പിന്നെ റോഡ് നിർമ്മാണം കൂടി 32 കോടി അങ്ങനെ വിത്ത് കോമ്പൗണ്ട് 1. അപ്പോൾ 69 കോടിയാണ് നമ്മൾ ഈ കുരുക്കഴിക്കാൻ, 1 കിലോമീറ്ററിൻ്റെ കുരുക്കഴിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. അത് നമ്മൾ കാണുന്നത്. അതും കേന്ദ്ര സ്ഥാപനങ്ങൾക്കാണ് പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര പണം ചെലവഴിക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന് ആദ്യമായിട്ടായിരിക്കും 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ 69 കോടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര സംവിധാനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത്. എന്നാലും ഇത്ര കാലത്തെ പ്രശ്നമല്ലേ, അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സർക്കാർ ഇപ്പോൾ അതിന് അംഗീകാരം നൽകി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 1 കിലോമീറ്ററിൻ്റെ റോഡ് നിർമ്മാണം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒറ്റ സെറ്റിൽ തന്നെ നിർമ്മിക്കാമെന്നാണ്.